ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയിപ്പാൻ ദൈവം നൽകിയ ഈ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരോടും എൻ്റെ മാന്യ സഹോദരി സഹോദരന്മാരോടും കർത്താവിൻ്റെ അഭിഷിക്തന്മാരോടും എല്ലാവരോടുമുള്ള എൻ്റെ പ്രത്യേക ബഹുമാനത്തെ, സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാവരെയും ബഹുമാനിക്കാനാണ്, ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കാനാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവരാജ്യത്തിനും ഞങ്ങൾക്കും വിലപ്പെട്ടവരാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാം. ഇന്നത്തെ വചന കേൾവിയിലൂടെ അത്ഭുത വിടുതൽ, സൗഖ്യം, അനുഗ്രഹം കർത്താവ് നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ നാം കാണുന്നു, അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. 5 മുതലുള്ള വാക്യത്തിൽ യേശു കർത്താവ് പ്രാർത്ഥന എന്ന വിഷയത്തിൻ്റെ പ്രാധാന്യത എന്തെന്ന് മനസ്സിലാക്കി തരാൻ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഉപമ പറയുന്നു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനായതുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിക്കുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിക്കുവീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രാധാന്യത എന്ത് എന്നറിയണമെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കേട്ടതുപോലെ നമ്മൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. എബ്രായർ 3:1 എഴുതിയിട്ടുണ്ട്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 12:1 പറയുന്നു, യേശുവിനെ നോക്കി ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. യേശുവിനെ പോലെയാകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. യേശുവാണ് നമ്മുടെ മാതൃക. ജീസസ് ക്രൈസ്റ്റാണ് നമ്മുടെ മോഡൽ. യേശുവിൻ്റെ സ്വഭാവത്തിനും യേശു കർത്താവിൻ്റെ ജീവിതത്തിനും അനുരൂപരാകാനാണ് സർവശക്തനാകുന്ന ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം കർത്താവിനെ പോലെ ആയാൽ, യേശുവിനെ പോലെ ആകുവാൻ ശ്രമിച്ചാൽ, യേശുവിനെ അനുഗമിച്ചാൽ, യേശുവിന് അനുരൂപപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു സത്യമാണ് പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ യേശു കർത്താവ് ഇവിടെ പറഞ്ഞൊരു ഉപമയാണ് ഇന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കേൾക്കുന്നത്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുക്കാൻ എൻ്റെ പക്കൽ ഏതുമില്ലെന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതകടച്ചിരിക്കുന്നു,
പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു. എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനായതുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം, 3 സ്നേഹിതന്മാർ. ഒന്നാമത്തെ സ്നേഹിതൻ ആ വീടിൻ്റെ ഉടമസ്ഥൻ. രണ്ടാമത്തെ സ്നേഹിതൻ ആ വീട്ടിൽ രാത്രിയിൽ വന്ന അതിഥി. മൂന്നാമത്തെ സ്നേഹിതൻ അർദ്ധരാത്രിയിൽ കൊടുത്ത സ്നേഹിതൻ. ഈ 3 സ്നേഹിതന്മാരെ ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ സ്നേഹിതൻ ആ വീടിൻ്റെ ഉടമസ്ഥൻ, ആ വീട്ടുകാരൻ. അവൻ്റെ മറ്റൊരു സ്നേഹിതൻ, അവൻ്റെ ഒരു സ്നേഹിതൻ ആ വീട്ടിൽ അർദ്ധരാത്രിയിൽ വന്നു. അപ്പോൾ ആ സ്നേഹിതന് വിശപ്പുണ്ടായിരുന്നു. രാത്രി വന്ന വിരുന്നുകാരനായ ആ സ്നേഹിതന് വിശപ്പുണ്ടായിരുന്നു. വീട്ടുകാരനായ സ്നേഹിതൻ അവൻ്റെ വിശപ്പ് മനസ്സിലാക്കി, അവൻ്റെ ആവശ്യം മനസ്സിലാക്കി. പക്ഷേ വീട്ടുകാരനായ ഈ സ്നേഹിതന് രാത്രിയിൽ വന്ന ഈ അതിഥിയായ സ്നേഹിതന് കൊടുക്കാനുള്ള ഭക്ഷണം, അപ്പം അവൻ്റെ വീട്ടിലില്ലായിരുന്നു. ആ ഭക്ഷണം അവന് കൊടുക്കാൻ ഇവൻ്റെ പക്കലില്ലാതിരുന്നത് കൊണ്ട് ഈ സ്നേഹിതന്, വീട്ടുകാരനായ സ്നേഹിതന് മറ്റൊരു സ്നേഹിതനെ അറിയാം. ആ സ്നേഹിതൻ്റെ പ്രത്യേകത, ഏത് അർദ്ധരാത്രിക്ക് ചെന്ന് ചോദിച്ചാലും അവൻ ചോദിക്കുന്നത് നൽകും. സഹോദരങ്ങളെ, ഈ മൂന്നാമത്തെ സ്നേഹിതൻ ആരാണ്? ഏത് സമയത്ത് ചെന്ന് ചോദിച്ചാലും തരുന്ന സ്നേഹിതൻ, ഏത് അർദ്ധരാത്രിയിൽ ചെന്ന് ചോദിച്ചാലും ഉത്തരം തരുന്ന സ്നേഹിതൻ ആരാണ്? ആ സ്നേഹിതൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സ്നേഹിതൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ദൈവത്തെയാണ്. ആ നടുവിൽ നിൽക്കുന്ന സ്നേഹിതൻ, അല്ലെങ്കിൽ ആ വീട്ടുകാരനായ സ്നേഹിതൻ ഞാനും നിങ്ങളുമാണ്. എന്നാൽ നൽകുവാൻ കഴിവുള്ള, അല്ലെങ്കിൽ ഏത് അർദ്ധരാത്രിയിൽ ചെന്ന് ചോദിച്ചാലും ലീവില്ലാത്ത, ഔട്ട് ഓഫ് കവറേജിലല്ലാത്ത, എപ്പോഴും പ്രവർത്തിക്കുന്ന, എപ്പോഴും കേൾക്കുന്ന, എപ്പോൾ ചെന്ന് ചോദിച്ചാലും മറുപടി തരുന്ന സ്നേഹിതൻ നമ്മുടെ ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മുടെ സ്നേഹിതനല്ലേ നമ്മുടെ ദൈവം? അതെ, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. യേശു ക്രിസ്തു ഉയർപ്പിച്ച ലാസർ യേശുവിൻ്റെ സ്നേഹിതനായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു നമ്മുടെ ദൈവമാണ്, യേശു നമ്മുടെ കർത്താവാണ്, യേശു നമ്മുടെ എല്ലാമാണ്. ചില സമയങ്ങളിൽ യേശു നമ്മുടെ സഹോദരനാണ്, ചില സമയങ്ങളിൽ യേശു നമ്മുടെ പിതാവാണ്, ചില സമയങ്ങളിൽ യേശു നമ്മുടെ അമ്മയാണ്, ചില സമയങ്ങളിൽ യേശു നമ്മുടെ അപ്പനാണ്, ചില സന്ദർഭങ്ങളിൽ യേശു നമ്മുടെ നല്ല സുഹൃത്താണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു നമ്മുടെ സകലവുമാണ്. എന്നാൽ ദൈവത്തെ ഒരു നല്ല സ്നേഹിതനായി കാണുന്നവർക്കായി സ്തോത്രം. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ പ്രത്യേകത എന്താ? പലരും അപ്പനോട് പറയാത്തത്, അമ്മയോട് പറയാത്തത്, സഹോദരങ്ങളോട് പറയാത്തത് സ്നേഹിതനോട് പറയും. നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ, നമുക്ക് ആ കൂട്ടുകാരൻ്റെ മുമ്പിൽ എല്ലാം തുറക്കാം, മനസ്സ് തുറന്ന് സംസാരിക്കാം, ചിരിക്കാം, കരയാം, സന്തോഷിക്കാം. അതെ, ദൈവത്തെ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതെ, കർത്താവ് നമുക്ക് നല്ലൊരു സ്നേഹിതനാണ്. ഇവിടുത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വീട്ടുകാരനായ സ്നേഹിതൻ തൻ്റെ വീട്ടിൽ രാത്രിയിൽ അതിഥിയായി വന്ന സ്നേഹിതൻ്റെ വിശപ്പ് മനസ്സിലാക്കി. എന്നിട്ട് എന്നാ ചെയ്തേ? നൽകാൻ കഴിയുന്ന സ്നേഹിതൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ആ സ്നേഹിതൻ ദൈവത്തെ, യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ നൽകുവാൻ കഴിയുന്ന സ്നേഹിതൻ്റെ അടുക്കൽ ഇവന് വേണ്ടി ചോദിക്കാൻ പോകുന്നു, യാചിക്കാൻ പോകുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ വീട്ടുകാരനായ സ്നേഹിതൻ ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? ഈ വീട്ടുകാരനായ സ്നേഹിതൻ ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ യാചിക്കുന്നത്? ഈ വീട്ടുകാരനായ സ്നേഹിതൻ ആരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പോയിരിക്കുന്നത്? അവന് വേണ്ടിയാണോ? അല്ല, അവൻ്റെ വീട്ടിൽ വന്ന ആ സ്നേഹിതന് വേണ്ടി. മറ്റൊരുവൻ്റെ വിശപ്പ് മാറ്റാനാണ് ഇവനിപ്പോൾ നൽകുവാൻ കഴിയുന്നവൻ്റെ അടുക്കൽ പോകുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. അവന് വേണ്ടിയല്ല. ശരിക്കും പ്രാർത്ഥനയുടെ ആഴം, അർത്ഥം എന്താണെന്ന് യേശുവിടെ പഠിപ്പിക്കുക. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പോലും സ്വാർത്ഥതകളായി തീരാറുണ്ട്. കർത്താവെ, എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ അപ്പനെ അനുഗ്രഹിക്കണേ, അമ്മയെ അനുഗ്രഹിക്കണേ, മക്കളെ അനുഗ്രഹിക്കണേ, എൻ്റെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണേ, എൻ്റെ വീട്ടിലുള്ളവരെ അനുഗ്രഹിക്കണേ, എൻ്റെ വാഹനത്തെ സൂക്ഷിക്കണേ,
എൻ്റെ സഭയിലുള്ളവരെ അനുഗ്രഹിക്കണേ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളിൽ ഒതുങ്ങുന്നു. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ വിശപ്പ് മാറ്റിയവനെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, നിങ്ങളുടെ വിഷയത്തിൽ പ്രവർത്തിച്ചവനെ നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങളുടെ സ്നേഹിതന് വേണ്ടി അവനെ ഉപയോഗിക്കുക. നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി, നിങ്ങളുടെ അയൽപക്കത്തുള്ളവർക്ക് വേണ്ടി, നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി, നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടെത്തുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും നിങ്ങളെ വിടുവിച്ച കർത്താവിനെ ഉപയോഗിക്കുക, അവനെ പരിചയപ്പെടുത്തുക. എന്നാൽ നമ്മളിൽ പലരും അങ്ങനെയല്ല. നമ്മുടെ പ്രാർത്ഥനകൾ പലതും നമ്മളിൽ ഒതുങ്ങുന്നതാണ്. എന്നാൽ ഇവൻ യാചിക്കാൻ പോയത്, ചോദിക്കാൻ പോയത് ഇവന് വേണ്ടിയല്ല, അവൻ്റെ സ്നേഹിതന് വേണ്ടിയാണ്. അതെ സഹോദരങ്ങളെ, നിങ്ങളുടെ വിശപ്പ് മാറ്റിയവനെ, നിങ്ങളെ വിടുവിച്ചവനെ നിങ്ങൾക്കറിയുമെങ്കിൽ, ആ ദൈവത്തെക്കുറിച്ചുള്ള ബോധം, വെളിപ്പാട് നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ആ കർത്താവിനെ ഉപയോഗിക്കുക. നിങ്ങളെ വിടുവിച്ച യേശുവിനെക്കുറിച്ച് നിങ്ങളെല്ലാവരോടും പറയുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. വാസ്തവത്തിൽ നമ്മളൊരു സത്യം അറിഞ്ഞെങ്കിൽ, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയെങ്കിൽ, ആ സത്യം മറ്റുള്ളവരെ അറിയിക്കണം. നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ, നിങ്ങൾ പാർക്കുന്നിടത്ത് ഒരാളൊരു ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ, അത് സത്യമാണെന്ന് മനസ്സിലായാൽ, അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ, സത്യത്തിൽ നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അതെല്ലാവരും അറിയിക്കും. പെട്ടെന്ന് ആ ന്യൂസ് സ്പ്രെഡ് ചെയ്യിക്കും. ആ ഫ്ലാറ്റിലുള്ളവരെ മുഴുവൻ രക്ഷിക്കാൻ ആ വ്യക്തി ശ്രമിക്കും. പക്ഷേ സ്വാർത്ഥന്മാരാണെങ്കിൽ, എനിക്ക് എൻ്റെ കാര്യം എന്നുള്ള ചിന്തയുള്ളവരാണെങ്കിൽ അവൻ ബാഗും എടുത്ത് രക്ഷപ്പെടും. ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയെന്നാ? അങ്ങനെയല്ല ഒരു ദൈവ പൈതൽ ചിന്തിക്കേണ്ടത്. ഒരു ദൈവ പൈതൽ എപ്പോഴും ചിന്തിക്കേണ്ടത്, എന്നെ രക്ഷിച്ച കർത്താവ്, എന്നെ വിടുവിച്ച യേശു, പാപികളിൽ പ്രധാനിയായിരുന്ന എന്നെ വിശുദ്ധനാക്കി തീർത്ത ദൈവം, ലക്ഷ്യബോധമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്നത് യേശുവാണ്. സത്യമെന്തെന്നറിയാതെ അജ്ഞതയിൽ കിടന്ന എനിക്ക് സത്യത്തെ വെളിപ്പെടുത്തി തന്നത് ദൈവമാണ്. ആ കർത്താവിനെ, ആ യേശുവിനെ, ആ ദൈവത്തിനെ എനിക്ക് മറ്റുള്ളവരോട് അറിയിക്കണമെന്നുള്ള ആ വലിയ വാഞ്ച നമ്മുടെ ഉള്ളത്തിലുണ്ടാകണം. കണ്ടോ, ഈ സ്നേഹിതൻ യാചിക്കാൻ പോയത് തനിക്ക് വേണ്ടിയല്ല, തന്നെ വിടുവിച്ചവനെ തനിക്കറിയാം. അവൻ്റെ അടുക്കൽ തൻ്റെ സ്നേഹിതന് വേണ്ടി ചോദിക്കാൻ പോയി. 2, അർദ്ധരാത്രിയിൽ ചോദിക്കാൻ പോയി. അർദ്ധരാത്രിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നമുക്ക് പോകാൻ കഴിയണമെങ്കിൽ നമുക്ക് ആ പോകുന്ന വഴി വളരെ തിട്ടമായിരിക്കണം. ആ പോകുന്ന വഴി നമുക്ക് ഉറപ്പ് വേണം. എന്നും പോകുന്ന വഴിയാണെങ്കിലേ ടോർച്ച് പോലും ഇല്ലാതെ രാത്രി പാനൊക്കത്തുള്ളൂ. എന്നും നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് രാത്രി വേണമെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന വീട്ടിൽ ലൈറ്റൊന്നും ഇടാതെ വേണമെങ്കിൽ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിൽ പോകാൻ പറ്റും. കാരണം എന്നും പോകുന്നതാണ്, അല്ലെങ്കിൽ ആ വീടുമായിട്ട് നമുക്ക് വലിയ ബന്ധം. അതേസമയം പരിചയമില്ലാത്തൊരു വീട്ടിൽ, അറിയാത്തൊരു സ്ഥലത്ത്, ഒരു ഹോട്ടലിൽ ലൈറ്റ് ഇടാതെ നിങ്ങൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്കും എല്ലാം പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് എവിടെയെങ്കിലും പോയി ഇടിക്കും. അപ്പം എന്നും പോകുന്നവന് മാത്രമേ അർദ്ധരാത്രി പോകാനൊക്കത്തുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇതാണ്, പ്രാർത്ഥനയിൽ പഴകാത്തൊരു ബന്ധം ദൈവത്തോട് വേണം. എന്നും പോകുന്നൊരു ബന്ധം, എന്നും ചെല്ലുന്നൊരു ബന്ധം. ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാവിലെയും അല്ല ഇന്നലെ രാത്രിയിലും കർത്താവിൻ്റെ അടുക്കൽ ചെന്ന ഒരു ബന്ധം നിങ്ങൾക്ക് ദൈവത്തോടുണ്ടാകണം. എപ്പോഴും ഒരു പിരിയാത്ത ബന്ധം യേശുവിനോടുണ്ടാകണം പ്രാർത്ഥനയിൽ. ഒന്നാമത്തെ വിഷയം, നമ്മെ വിടുവിച്ച കർത്താവിനെ, നമ്മെ രക്ഷിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രാർത്ഥന. 2, പഴകാത്തൊരു ബന്ധം നമുക്ക് പ്രാർത്ഥനയിൽ ദൈവത്തോടുണ്ടാകണം. മൂന്നാമത്തെ വിഷയം, ഈ വീട്ടുകാരനായ സ്നേഹിതൻ നൽകുവാൻ കഴിയുന്നവൻ്റെ വീടിൻ്റെ വാതിലിൽ മുട്ടി ദൈവത്തോട് അപേക്ഷിച്ചു. എൻ്റെ വീട്ടിലൊരു സ്നേഹിതൻ വന്നിട്ടുണ്ട്, എനിക്ക് 3 അപ്പം വായ്പ തരണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അകത്തുനിന്ന് വന്ന മറുപടി എന്നാ? ഞാനും പൈതങ്ങളും കിടന്നുറങ്ങുന്നു, വാതിലടച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ യാചിച്ച മനുഷ്യൻ, അല്ലെങ്കിൽ ആ കതകിൽ മുട്ടി ചോദിച്ച വീട്ടുകാരൻ്റെ മനസ്സിനെ മടുപ്പിക്കുന്ന ഒരു റിപ്ലൈ, ഒരു മറുപടിയല്ലേ അകത്തുനിന്ന് വന്നേ. ഞാൻ മാന്യ സഹോദരങ്ങളോട്, ദൈവമക്കളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് പ്രാർത്ഥനയിൽ മടുപ്പുണ്ടായിട്ടുണ്ട്? ഒരു വളരെ പോസിറ്റീവ് എനർജിയോടുകൂടെ ചില കാര്യങ്ങൾ വളരെ പ്രതീക്ഷയോടെ ദൈവത്തോട് ചോദിച്ചു, പക്ഷേ നെഗറ്റീവായിട്ടുള്ള ചില റിപ്ലൈകളകത്തുനിന്ന് ഇറങ്ങി വന്നേ. അങ്ങനെ എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്? എന്നാൽ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്ന എന്നാണെന്നറിയാമോ? നിങ്ങൾ എത്ര മടുപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും പ്രാർത്ഥനയിൽ നിങ്ങൾ മടുത്തു പോകരുത്. ഞാനിവിടെ കണ്ടൊരു സത്യം, ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ സ്നേഹിതൻ ഈ വാതിക്കൽ മുട്ടിയപ്പം അകത്തുനിന്ന് വന്ന മറുപടി മടുപ്പിക്കുന്ന മറുപടിയായിരുന്നു. പക്ഷേ ആൾ പോയില്ല. പിന്നെ നിന്ന് മുട്ടുക, പിന്നെ നിന്ന് ചോദിക്കുക. എന്താ കാരണം? ഇപ്പം നിങ്ങളെടുക്കലാണെങ്കിൽ
ഞാനും പൈതങ്ങളും കിടന്നുറങ്ങുന്നു, കഥ കടച്ചിരിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പോവും. അങ്ങനെ പലരും ഇന്ന് ദൈവസന്നിധിയിലില്ല. പക്ഷേ ഈ സ്നേഹിതൻ പോയില്ല. പിന്നെ നിന്ന് മുട്ടുക, ലജ്ജ കൂടാതെ മുട്ടുക. എന്താ അതിൻ്റെ കാരണം? അകത്തുനിന്ന് എന്തോ മറുപടി വന്നേ. മറുപടി വന്നത് ഞാനും പൈതങ്ങളും കിടന്നുറങ്ങാന്നല്ലേ, കഥ കടച്ചിരിക്കാന്നല്ലേ. ഇവൻ ചോദിച്ചത് അപ്പമല്ലേ, ബ്രെഡല്ലേ? അപ്പം ഇല്ലെന്ന് പറഞ്ഞോ? ബ്രെഡ് ഇരിപ്പില്ലെന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ചോദിച്ചതില്ലെന്ന് പറഞ്ഞോ? എൻ്റെ ചോദ്യം ഇതാ, ഇത്രയും നാളായിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം നടക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ആ സൗഖ്യം എന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെട്ട കാര്യം, അയ്യോ ഐ ആം വെരി സോറി, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ സ്നേഹിതൻ പിന്നെ മുട്ടാനുള്ളതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? കഥ കടച്ചിരിക്കുന്നു, ഞാനും പൈതങ്ങളും കിടന്നുറങ്ങുന്നു പറഞ്ഞു. ഓക്കെ, അത് ഈ പിള്ളേരെപ്പോഴും എഴുന്നേക്കാതിരിക്കത്തില്ലല്ലോ, ഈ കഥ എപ്പോഴെങ്കിലും തുറക്കാതിരിക്കത്തില്ലല്ലോ. അപ്പം ഇല്ലെന്ന് പറഞ്ഞില്ല, അപ്പമുണ്ട്. ഞാൻ ചോദിച്ചത്, ഞാൻ ദൈവത്തോട് ചോദിച്ചത് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ കർത്താവിനോട് ആവശ്യപ്പെട്ടത് അവന് നൽകാൻ കഴിയും എന്ന എൻ്റെ ഉറപ്പാണ് എൻ്റെ പ്രാർത്ഥനയിലുള്ള മടുപ്പിനെ അകറ്റുന്നത്. ഞാൻ ചോദിച്ചത് എൻ്റെ യേശുവിൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടത് തരാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ലൂക്കോസ് സുവിശേഷം 1:37 ബൈബിൾ പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അതെ, നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ കയ്യിലുണ്ടെന്നേ. സഹോദരൻ, നിങ്ങളത് വിശ്വസിച്ചേ. നിങ്ങൾ ഇങ്ങനെ നിരാശപ്പെട്ട് വിഷമിച്ച് ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല, എല്ലാം തീർന്നു എന്ന് ചിന്തിക്കാതെ, നിങ്ങളുടെ വിഷയത്തിൻ്റെ മറുപടി കർത്താവിൻ്റെ കയ്യിലുണ്ട്. നിശ്ചയമായിട്ടും അത് വെളിപ്പെട്ട് വരും. വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത് പോലെ നിൻ്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മീതെ എറിയുക, ഏറെ നാൾ കഴിഞ്ഞാലും അത് ഇരട്ടിയായി മറുപടിയായി വരും, ഉറപ്പായിട്ടും വരും. ഹല്ലേലൂയ. അപ്പോൾ ദർശനത്തിന് ഞാനൊരു അവധി വെച്ചിരിക്കുന്നെന്നാ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവധി വെച്ചിരിക്കുന്നു. അവധി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആയുസ്സിൽ കിട്ടത്തില്ലെന്നല്ല. പഞ്ചായത്ത് ഓഫീസർ അവധിക്ക് പോയിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം പുള്ളിക്കാരൻ റിട്ടയർ ആയിപ്പോയെന്നല്ല. ആ ടീച്ചർ അവധിയിലാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുള്ളിക്കാരി റിസൈൻ ചെയ്ത് പോയെന്നല്ല. അവധിയിലാന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തെ ഒരു ഷോർട്ട് ടൈമാണ്, അത് കഴിയുമ്പോൾ തിരിച്ചു വരും. ദർശനത്തിന് ഞാൻ അവധി വെച്ചിരിക്കുന്നു, അത് വൈകിയാലും വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇച്ചിരി ഡിലേ ആയാലും ഈ വിഷയത്തിലൊരു അത്ഭുതം നടക്കും. ഇപ്പം നിങ്ങളുടെ ആ പ്രോപ്പർട്ടിയുടെ കേസ് ഇച്ചിരി ഡിലേ ആയാലും, ആ കൺസ്ട്രക്ഷൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇച്ചിരി ഡിലേ ആയാലും അതിനകത്ത് കർത്താവ് അത്ഭുതത്തെ ചെയ്യും. നിങ്ങളുടെ തലമുറയുടെ ആ വിഷയത്തിൽ അല്പം ഡിലേ ആയാലും പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, യേശു കർത്താവ് അതിൽ അത്ഭുതം ചെയ്യും. അപ്പം അവൻ്റെ കയ്യിലുണ്ട്, ഞാൻ ചോദിച്ചത് അവൻ്റെ കയ്യിലുണ്ട് എന്ന ഈ സ്നേഹിതൻ്റെ കോൺഫിഡൻസാണ് പിന്നെയും മുട്ടാനായിട്ട് പ്രേരിപ്പിച്ച ആ വിശ്വാസമാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവൻ എഴുന്നേറ്റ് വന്ന് അവന് ധാരാളം വേണ്ടുന്നിടത്തോളം കൊടുത്തു. മന്യ സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ആഴമായത്, 1, പഴകാത്തൊരു ബന്ധം പ്രാർത്ഥനയിൽ ദൈവത്തോടുണ്ടാകണം. 2, പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല, ഏത് സമയത്തും കർത്താവിനോട് പ്രാർത്ഥിക്കാം. 3-ാമത്തെ കാര്യം, നമ്മൾ ദൈവത്തോടൊരു കാര്യം ചോദിച്ചാൽ അത് കൃത്യമായിട്ട് ചോദിക്കണം. കർത്താവേ, എൻ്റെ ആവശ്യങ്ങളെ നിനക്കറിയാം. കർത്താവ്, ഇന്ന കാര്യം എനിക്ക് വേണ്ടി നീ ചെയ്തു തരണം. ദൈവത്തോട് ചോദിക്കാം, നിശ്ചയമായി ചോദിക്കാം. പക്ഷേ ചോദിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, തൻ്റെ ഹിതപ്രകാരം, തൻ്റെ ഇഷ്ടപ്രകാരം നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് അവൻ മറുപടി തരുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് തീ കത്തുന്നത് കാണുമ്പം, നല്ല ഓറഞ്ച് കളറിൽ ഇങ്ങനെ തീ കത്തുന്നത് കാണുമ്പം കുഞ്ഞിനെ അതിൻ്റെ അടുത്തോട്ട് ചെല്ലാനും അത് എടുക്കാനും തോന്നുമ്പം ഒരിക്കലും അമ്മയും അപ്പനും വിടത്തില്ല, മാറി നിൽക്കാൻ പറയും, അടി കൊടുത്ത് മാറ്റി നിർത്തും. അപ്പോൾ അടി കൊള്ളുന്ന കുഞ്ഞ് ചിന്തിക്കുക, എന്തോ ഒരു ദുഷ്ടനായ എൻ്റെ അപ്പൻ. ദുഷ്ടനായതുകൊണ്ടല്ല, ചില കാര്യങ്ങൾ തരാത്തത് നിങ്ങളുടെ കൈ പൊള്ളും, അതുകൊണ്ടാണ്. നിങ്ങൾ ചോദിക്കുന്ന എല്ലാം ദൈവം എടുത്തങ്ങ് തന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം ഫെയിലിയർ ആയനെ. കാരണം നമ്മുടെ ഇന്നലകളും നമ്മുടെ ഇന്നുമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ നമ്മുടെ നാളെ കാണുന്നത് ദൈവമാണ്, നമ്മുടെ ഭാവിയെ കാണുന്നത് ദൈവമാണ്. നമ്മുടെ കർത്താവ് ഒന്നും നമുക്ക് തിന്മയ്ക്കായിട്ട് ചെയ്യത്തില്ല, ഉറപ്പായിട്ടും. ഇന്ന് ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ശത്രു പിശാച് നിങ്ങൾക്ക് തിന്മയ്ക്കായി ചെയ്തതും കർത്താവ് നിങ്ങൾക്ക് നന്മയ്ക്കാക്കി മാറ്റും. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, ലജ്ജ കൂടാതെ മുട്ടാം. നമ്മൾ ചോദിച്ചത് നമ്മുടെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. മടുപ്പിക്കുന്ന അനുഭവങ്ങൾ വന്നാലും പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ, ഉപവാസത്തിൽ മടുത്തു പോകാതെ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്. സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നിശ്ചയമായിട്ടും ഇന്ന് നമ്മൾ വചനത്തിനകത്തൂടെ കേട്ട പോലെ മടുത്തു പോകുന്ന, മനസ്സിനെ മടുപ്പിക്കുന്ന, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ മുമ്പിൽ വന്നാലും
സ്നേഹത്തോടെ പറയുന്നു, മടുത്തു പോകല്ല്. ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കണം. കർത്താവിനോട് പറയണം, നിങ്ങൾ ചോദിക്കുന്നത് കർത്താവിൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. നിങ്ങൾ മനസ്സ് മുരടിച്ച്, മനസ്സ് വേദനിച്ച് മതി ഒതുങ്ങിക്കളയാമെന്ന് ചിന്തിക്കല്ല്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കല്ല്. അതൊന്നും ഒരു പരിഹാരമല്ല. പരിഹാരം യേശുവിലാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആ കർത്താവ് നമ്മളിലുണ്ട്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യേശു നമ്മളിലുണ്ട്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും മാന്യ പ്രേക്ഷകർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാത്തവരും എന്നെ കേൾക്കുന്നുണ്ട്. എന്നോടൊപ്പം അവർ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, യേശുവേ എന്ന് അവർ പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങട്ടെ. അവരുടെ വിഷയങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ പ്രതിസന്ധികളിൽ ഇപ്പോൾ ദൈവകരം ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവസാനിച്ചു, എങ്ങനെ ഞാൻ മുൻപോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളിൽ ചില ആരംഭങ്ങൾ ദൈവാത്മാവ് കുറിക്കട്ടെ. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെക്കുറിച്ച് നിങ്ങൾ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ തന്നെ ഉത്ഭവിക്കും എന്ന് നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഇപ്പോൾ തന്നെ ഒരു വലിയ അത്ഭുതം, ഇപ്പോൾ തന്നെ വലിയൊരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിற்கு വേണ്ടി ചെയ്യുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങൾ ഇവരെ വിട്ടുമാറട്ടെ. എല്ല് സംബന്ധമായി, അസ്ഥികൾ സംബന്ധമായ വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതത്തെ ചെയ്യണമേ. ഏതെല്ലാം വിഷയത്തിന് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നോ, കരയുന്നോ, ആ വിഷയത്തിന് മേൽ നിന്റെ അത്ഭുതത്തിൻ്റെ കരം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ വേണ്ടി, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഇവരെ ഉത്സാഹിപ്പിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര സമയം കർത്താവ് കൊടുത്താലും കർത്താവ് ആ ടൈമിനെ ഒന്നും വേസ്റ്റ് ചെയ്യാതെ, വെറുതെ കളയാതെ ആ സമയമൊക്കെ ദൈവസന്നിധിയിൽ ചെലവഴിച്ച് അത് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി തീർക്കാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി. ഈ പ്രോഗ്രാം കാണുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള എല്ലാറ്റിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം.